ഈ കടയിലെ കേക്കെല്ലാം മേടിച്ചോണ്ട് പോവാണല്ലേ. താളം പിടിക്കുവോ? ചിരിയുണ്ടല്ലോ. പാടല്ലേ പ്ലീസ്. പാടൂന്നേ. കുറച്ചു നേരമൊക്കെ ഇത്രയും സന്തോഷമൊക്കെ കാണും. മോളോട് ഇതൊരു ശീലമാക്കരുത്. ടാറ്റാ. ഓക്കെ ടാറ്റാ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മൾ കേക്ക് വാങ്ങാൻ പോയൊരു വീഡിയോ ആണ്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ പോയത് അൽദസ്മ ബേക്കറിയിലാണ്. ബഹ്റൈനിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്. ക്രിസ്മസ് ആയിട്ട് നമ്മളപ്പോൾ പ്ലം കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശംഭുചേട്ടൻ്റെ ഓഫീസിലേക്ക് എല്ലാവർക്കും പ്ലം കേക്ക് വാങ്ങണം. അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ശംഭുചേട്ടനാണ്. അപ്പോൾ ശംഭുചേട്ടന് എനിക്കൊരു കേക്ക് വാങ്ങണം. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ക്രീം കേക്കുകളും പ്ലം കേക്കുകളും എല്ലാം ഉണ്ട്. പ്ലം കേക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്, നല്ല രസമാണ്. ശംഭുചേട്ടന് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് മാൻ ഉണ്ടോ? ഈ കടയിലെ കേക്കെല്ലാം മേടിച്ചോണ്ട് പോവാണല്ലേ. വെറൈറ്റി കേക്ക്സ് ആണ് ഫുള്ള്. അപ്പോൾ പ്ലം കേക്ക് കൂടാതെ അവരുടെ ഓഫീസിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങണമായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഐസിങ് കേക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പം നമ്മൾ കേക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി പർച്ചേസിന് പോയതാണ്. ഹലോ ഗൈസ്, ആദ്യക്കുട്ടി 2 പീസ് പ്ലം കേക്ക് കഴിച്ച് ഉറക്കം വരുന്നത്. എന്റെ അടി മോളെ, ആദ്യക്കുട്ടീനെ ഞാൻ റെഡും വൈറ്റും ഒക്കെ ഇട്ട് ഇറക്കിയേക്കുക. ഏതെങ്കിലും നല്ല സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ലുലുവിൻ്റെ വാതിക്ക് നിൽക്കുവാണ്. സാധനങ്ങൾ വാങ്ങാൻ പോകണം. അതിന് മുന്നേ ആയിട്ട് ശംഭുചേട്ടന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പം നമ്മളൊരു കട്ടൻ അടിക്കാം എന്നുള്ള പ്ലാനിലാണ് അല്ലേ. ഇതാണ് നമ്മുടെ മുഹറക്കിലെ ലുലു. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഈ ലുലു. അപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ പർച്ചേസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നത് ഈ ലുലുവിലോട്ടാണേ. ആദ്യക്കുട്ടി ഇങ്ങോട്ട് നോക്കടി. ആരെയോ കൊണ്ടുവിട്ടോണ്ടിരിക്കുക. ഇപ്പം നമ്മളാണ്ട് ലുലുവിൻ്റെ അകത്തോട്ട് കയറി. ഇപ്പം ഇവിടുന്ന് എസ്കലേറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലുലുവിലോട്ട് കയറും. നമ്മൾ തൽക്കാലം ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ടൊരു ചായ കുടിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. ആദ്യക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാഴ്ചകളൊക്കെ കണ്ടു വരുവാണ്. നമ്മൾ ഈ ഡോറിൽ കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇതുപോലെ അവിടെ ഒരു ചായക്കട. അച്ഛൻ പാടുന്നു, മോളാടുന്നു, താളം പിടിക്കുക. ഈ കടയിലാണ് അപ്പൊ നമ്മള് കട്ടൻ കുടിക്കാൻ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് പഠിച്ചാണ് കൈ ആക്കല്.
ചിരിയുണ്ടല്ലോ. ഒരാളെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട് കട്ടൻ അച്ഛനും മോളും കൂടി ഇവിടെ കടത്തെണ്ണയ്ക്കൊക്കെ ഇരിക്കുകയാണ്. അച്ഛനവിടെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആദ്യകുട്ട ആ തലയിലേത് കൊണ്ടുവന്നേരായിരുന്നു. തപ്പ് പൊട്ടിക്ക്. തപ്പ് കെട്ട് നീ തപ്പ് കെട്ട് പാപ്പൻ തിന്നാൻ തപ്പ് കെട്ട് തപ്പ് കെട്ട് അതേ തപ്പ് കെട്ട് തപ്പ് കൊട്ടി കാണിച്ചേ. തപ്പ് കെട്ട് നീ തപ്പ് കെട്ട് പാപ്പൻ തിന്നാൻ തപ്പ് കെട്ട് തപ്പ് കെട്ട് അതേ. നോ തപ്പോട്ട് നീ പോട്ട് പാപ്പൻ തിന്നാൻ പോട്ട്. ആദ്യകുട്ട ഒരു ചെരുപ്പൂരി. അങ്ങനെ അച്ഛൻ ഇട്ട് കൊടുത്ത് ചെരുപ്പ് ആദ്യക്കുട്ടി വളരെ വിജയകരമായി ഊരിയിരിക്കുകയാണ്. വീണ്ടും അച്ഛൻ ഇടുന്നു, ആദ്യക്കുട്ടി ഊരുന്നു. അച്ഛൻ ഇടുന്നു, ആദ്യക്കുട്ടി ഊരുന്നു. ഇതൊരു ശീലമാക്കരുത് കേട്ടോ. പ്രത്യേകിച്ചും പറയണം മോളോട്, ഇതൊരു ശീലമാക്കരുത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കും. നോ, എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട. തുള്ളിക്കാം. പുറത്ത് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചൂട് കട്ടൻ കുടിക്കുന്നത് ഭയങ്കര വൈബാണ് കേട്ടോ. അവൾ ആ ചെരുപ്പ് എടുത്തെറിഞ്ഞു ഗൈസ്. എവിടെ പോവാ? ഞാൻ കട്ടൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. കാടിനെ കണ്ടാ പേച്ചോ? കടിപ്പാം കുടിപ്പാം. കാടിനെ കണ്ടാ പേച്ചോ? കടിപ്പാം കൂട്ടിപ്പാം. ആടനെ കണ്ട പേച്ചുവോ? അയ്യോ, എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ. താലം കൈമാറിയിട്ടുണ്ട് ഗായ്സ്. ആദ്യക്കുട്ടി കട്ടൻ വേണം. കട്ടൻ വേണോ? നല്ല ചൂടാണ് ഗായ്സ്. ഈ കുട്ടി അമ്മ കുട്ടിയുടെ കൈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ആ ഒരു പാട്ട് പാടിക്കേ. കാച്ചും കാച്ചും കാച്ചും. നമ്മളില്ലേ മുക്കില്ല രാജ്യത്തെ മുറുമുറുക്കൻ രാജാവ്, ആ സിനിമയിലെ തിലകനെ പോലാണ്. എല്ലാം ബഹിഷ്കരിക്കുകയാണ് ഗായ്സ്. ഷൂസ് ഇവിടെ, തലയിലെ ബാൻഡ് ഇവിടെ. ഇനി ഫോറിൻ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുമെന്ന് കണ്ടറിയണം. എന്താണ് ഈ കടത്തിനൊക്കെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം? നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ.
അല്ലെ പിന്നെ മുട്ട് 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 ഒരു ഉമ്മന്ന് ആദികുട്ടി ആദികുട്ടി ഹലോ ടാറ്റാ 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 ജൂ ജൂ ആദികുട്ടി. അപ്പോൾ വൈകുന്നേരം ഒരു കട്ടനൊക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു പാട്ട് പാടണം. ശംഭു ചേട്ടൻ പാടണം പാടണം പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടൂന്നേ. പാടാൻ പറ ആദികുട്ടി. അച്ഛയോട് പാടാൻ പറ. പാട്. യു ക്യാൻ. പാട്. വരികൾ നോക്കട്ടെ. ഏത് വരികളാ? ഏത് പാട്ടാണ്? അള്ളിപ്പൂങ്കുയില്. സാധാരണ ഒരു കരോക്കെ ഇടുമ്പോഴായിരുന്നു അതങ്ങ് സെറ്റ് ആവുന്നത്. പക്ഷെ കരോക്കെ ഇട്ട ക്ലെയിം അടിച്ച് വീഡിയോ അത് വേണ്ട. അതെ, ഹാർമോണിയം പെട്ടിയില്ല, അതുകൊണ്ട് ശ്രുതി കിട്ടിയില്ലെങ്കിൽ പാടാൻ പറ്റത്തില്ല. ഹാർമോണിയം പറ്റിയില്ല ശ്രുതി പിടിക്കുന്നു. അയ്യേ, ഇതിനെ പറ്റി കുട്ടിക്ക് ഒരു ധാരണയല്ലേ. ആദ്യക്കുട്ട നൈസായിട്ട് ദിവസം 4 പേര്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരിനാ കാനനം നീളനി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ. കള്ളിപ്പൂങ്കുയിലെ മതി മതി മതി. ഓക്കെ, എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കുക, സഹിക്കുക. ഇവിടെ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്, ആളെ പോക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ടൻ കുടിച്ച ഗ്ലാസ് എടുത്ത് രണ്ട് കട്ടൻ 200 ഫിൽസാണ് ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് ലുലുവിലോട്ട് പോവുകയാണ്. അപ്പോൾ ശംഭുചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉഷാമ്മയും അച്ഛനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉഷാമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടിയും വീഡിയോ കോളിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ബാക്ക് എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യക്കുട്ടി ഫോണിലോട്ട് നോക്കി ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിൽ. ആദ്യക്കുട്ടി ഇവിടെ എത്തിയപ്പോ ഫുള്ള് നടത്തമാണ്. ഇവിടുന്ന് ഇങ്ങനെ വരെ നടക്കാൻ എത്തി. എടുക്കുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. നല്ല സ്പീഡ്. എസ്കലേറ്ററിലോട്ട് പോകണ്ടേ? ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ എടുക്കാം. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കുഞ്ഞ് പർച്ചേസാണ്. നാളത്തേക്ക് അത്യാവശ്യം ഉണ്ടാക്കാനുള്ള ഇച്ചിരി സാധനങ്ങൾ. വണ്ടി പോട്ടെ
ഞാൻ ആദ്യക്കുട്ടീനെ എടുത്തുകൊണ്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓഫറും കാര്യങ്ങളും ഒക്കെ നോക്കി നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടി നമ്മൾ വണ്ടിയിലിരിക്കും. ആദ്യക്കുട്ടി കുറച്ചു നേരമൊക്കെ ഇത്രയും സന്തോഷമൊക്കെ കാണും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രശ്നമായി തുടങ്ങും, വിഷയമായി തുടങ്ങും. എന്റെ കൈയൊക്കെ ഇട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുകയാണ്. ആൾ എണീറ്റിട്ടുണ്ട്, ഇരുന്നിടത്തുനിന്ന് എണീറ്റു. ഇനി പതിയെ ഇറങ്ങി. നമ്മൾ മീൻ നോക്കിയപ്പോൾ മീനിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഓഫറിൽ 1 ദിനാറിന് ബീഫ് കണ്ടു. അപ്പം ഞങ്ങൾ 1 ദിനാറിന് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പം അവളും ഹായ് കാണിച്ചു. എന്താ കുട്ടി? ആദിക്കുട്ടി ആദിക്കുട്ടി എവിടെ നിൽക്കുന്നത്? ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ആദ്യക്കുട്ടിയാണെങ്കിൽ അവിടെ കുട്ടികളൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയും കളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ നല്ല പരിചയമാണ്. അപ്പം എല്ലാവരുടെയും അടുത്ത് പോയി കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ് ബില്ല് ചെയ്തിട്ട്. നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങുവാണ്. ഹലോ ഗായ്സ് പറഞ്ഞേ ടാറ്റ കാണിച്ചേ. ടാറ്റ ഒന്ന് വാഴുന്നിടത്ത്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം സമയം ഏകദേശം 9:30-9:45 ആയിട്ടുണ്ട്. 10 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ലുലുവിന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ക്രിസ്മസ് അല്ലേ, അപ്പം രാവിലെ ശമിച്ചതിന് അപ്പോൾ സ്റ്റൂ വേണമെന്ന് പറഞ്ഞു. നാളെ രാവിലെ ആദ്യക്കുട്ടി വാക്സിനേഷൻ ഉണ്ട് 1 വയസ്സിൻ്റെ. അപ്പം ഞാൻ കരുതി രാവിലെ 9 മണിക്ക് പോകണം. അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് വന്നിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പം വരുമ്പോഴത്തേക്കിന് വിശക്കും. അപ്പോൾ പെട്ടെന്ന് സ്റ്റൂ ഉണ്ടാക്കാനൊന്നും നടക്കത്തില്ല, ബീഫ് ആയതുകൊണ്ട് അത് വേവിക്കുകയൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇപ്പം അങ്ങ് സെറ്റ് ചെയ്യാം, ബീഫ് സ്റ്റൂ സെറ്റാക്കാം. അപ്പം ഞാൻ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കിടക്കാൻ. കുട്ടി ശമിച്ചേനും കൂടെ അപ്പുറത്തിരിക്കുവാണ്. ആ ക്യാപ്പിൽ ഞാൻ ആദ്യക്കുട്ടി ഉറങ്ങാനൊക്കെ ഏകദേശം സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ശമ്പുചാൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ബീഫ് സ്റ്റൂ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ബീഫ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വട്ടം ബീഫ് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ബീഫ് വാങ്ങാറില്ല, കാരണം 1 വട്ടം വാങ്ങിയപ്പോൾ ഒരു വൃത്തിയായിട്ട് സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അങ്ങനെ ബീഫ് വാങ്ങിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കലേ ഉള്ളൂ. അപ്പം ഇന്ന് കുറേ നാളിന് ശേഷമാണ് ബീഫ് വാങ്ങുന്നത്. അപ്പം ഇവിടെ ഇടയ്ക്ക് വെക്കാറ് ചിക്കൻ സ്റ്റൂ ആണ്, ബീഫ് സ്റ്റൂ അങ്ങനെ വെച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് പരീക്ഷണവും കൂടിയാണ്. ഞാൻ ഇതുവരെ ബീഫ് സ്റ്റൂ വെച്ചിട്ടില്ല. അപ്പം ഞാൻ ബീഫിനെ കഴുകി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്തിലോട്ട് ബീഫ് ഇട്ടിട്ടുണ്ട്. അതിന് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും ഞാൻ ഇട്ടു. അത് ജസ്റ്റ് തവി വെച്ച് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ആദ്യക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഉറക്കം വന്നിട്ട് ആൾക്ക് ഒരു ചെറിയ ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. അപ്പം നമ്മുടെ ബീഫിനകത്തിലോട്ട് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഒരു നുള്ള് വെള്ളം ഒരു നുള്ള് ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ഇറങ്ങുമല്ലോ ബീഫിന് ഓൾറെഡി. അപ്പം ഞാൻ കുക്കർ അടച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 8 വിസിലാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിക്കാം. അപ്പോൾ ആദ്യക്കുട്ടി ഉറങ്ങി. അപ്പോൾ ശംചേട്ടൻ ആദ്യക്കുട്ടി നെഞ്ചത്ത് അടുത്തേക്ക്. എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ സ്റ്റൂവിനകത്തിൽ ഏകദേശം സ്റ്റൂ അതിന് ബീഫും കൂടി ഇട്ട് 1 പാലും കൂടെ ഒഴിച്ച് സെറ്റാക്കുകയേ ഉള്ളൂ, വേറെ പണിയില്ല. ചിരി ഉണ്ടോ? ഹലോ ഗായ്സ്. അപ്പം ആദ്യക്കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. സമയം ഇപ്പം 11 മണിയാവുന്നു. ഇനി ഉറങ്ങണ്ട, അടുത്തുറക്കം. അടുത്ത് ഉറങ്ങണ്ടായോ? നമ്മളിനി അടുത്ത ഉറക്കം ഉറങ്ങാൻ പോവാണ്.
അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ ടാറ്റാ. ഓക്കെ ടാറ്റാ. എല്ലാവർക്കും ടാറ്റാ. ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ കൊടുത്തേ. ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തേ. പിന്നെ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളും കിടക്കാൻ പോയി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.